മൂന്നാം മോദി സർക്കാരിന് ഇന്ന് ഒന്നാം വാർഷികാഘോഷം ഗംഭീരമാക്കാൻ വിപുലമായ പരിപാടികളാണ് ബിജെപി ഒരുക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയതിന്റെ വിജയത്തിളക്കം തന്നെയാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുക. ജൂൺ 9 നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തത്. 543 അംഗ സഭയിൽ 400 കടക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിന് നേരിട്ട് എൻഡിഎക്ക് ആ നേട്ടം കൈവരിക്കാനായില്ല. 300 പോലും തികഞ്ഞില്ലെങ്കിലും അധികാരത്തിലെത്തി. മോദിയെ മാനസികമായി ഇല്ലാതാക്കിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതും ജെഡിയുവിനെയും ടിഡിപിയെയും പിണക്കാൻ പറ്റാതായതും തുടക്കത്തിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നതും അത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതിഫലിച്ചതും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. എന്നാൽ പിന്നീട് നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച നേട്ടം കൈവരിക്കാൻ ബിജെപിക്കായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട 2 സംസ്ഥാനങ്ങളായ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഭരണം തിരിച്ചുപിടിക്കാൻ എൻഡിഎക്കായി. കെജ്രിവാളിന്റെ തട്ടകമായ ഡൽഹിയിൽ 1/4 നൂറ്റാണ്ടിന് ശേഷം വിജയക്കൊടി പാറിച്ചു. മോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കുമ്പോഴും ഇന്ത്യൻ ജനതയുടെ അഭിലാഷങ്ങൾ സർക്കാരിന് പൂർത്തിയാക്കാനായോ എന്നതും ചോദ്യചിഹ്നമായി തുടരുകയാണ്. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് 2 വർഷം പിന്നിട്ടു. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് വിമർശനമുയരുമ്പോഴും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം എല്ലാ വിഭാഗം ജനങ്ങളിലും സ്വീകാര്യത ഉണ്ടാക്കാൻ സഹായിച്ചുവെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്ന് വഖഫ് ഭേദഗതി ബിൽ നടപ്പാക്കിയതിലൂടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നും മണ്ഡല പുനർനിർണയത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയതും മോദി സർക്കാരിന്റെ നേട്ടങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.